അബ്രഹാം ആത്മീയനായിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലായി. നമുക്കാണെങ്കിൽ മനസ്സിലാകത്തില്ല. സോദോം രാജാവിൻ്റെ അടുത്ത് ചെന്ന് അബ്രഹാം പറയുന്ന വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിന്റെ കയ്യിൽ നിന്ന് ഒരു ചരടാകട്ടെ ഒരു വാറാകട്ടെ സ്വീകരിക്കുകയില്ല എന്ന് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യഹോവയുടെ മുമ്പിൽ ഞാൻ സത്യം ചെയ്തെന്ന്. അതായത് മൽക്കിസദേക്ക് പറഞ്ഞ സെയിം വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എന്നതിൻ്റെ അർത്ഥം മൽക്കിസദേക്ക് ഒരു വലിയ പാഠം പഠിപ്പിക്കാൻ ചെന്നയാളാണ് അബ്രഹാമിനെ. അവൻ്റെ പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിൽ, അബ്രഹാമിൻ്റെ പിന്മാറ്റത്തിൻ്റെ സമയത്ത് ദൈവം അയച്ച ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. എന്തിന്? ധനം, സംരക്ഷണം, ഈ വക കാര്യങ്ങൾ ദൈവത്തിൻ്റെ വകയാണ്. അതിനുവേണ്ടി നീ ഭൂമിയിലുള്ള ഒരു രാജാവിനെയും ആശ്രയിക്കരുത് എന്ന് പഠിപ്പിക്കാൻ ദൈവം അയച്ച ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ശാലേം രാജാവായ മൽക്കിസദേക്ക്. എന്നാൽ പോയി ഒരു വലിയ പ്രഭാഷണം നടത്തുകയല്ല മൽക്കിസദേക്ക് ചെയ്തത്. ആദ്യം ചെന്നത് എന്താണ്? എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, മോനെ വാ, എന്താടാ യുദ്ധമൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണോ? ആർക്കൊക്കെ വേണ്ട, വാ, അപ്പവും വീഞ്ഞും എല്ലാം കൂടെ കൊടുത്തിട്ടാണ്. ഇതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. ദൈവത്തിൻ്റെ പ്രത്യേകത എല്ലായ്പ്പോഴും അവൻ കമ്പാഷനറ്റ് ആണ്. നമ്മൾ പൊടി എന്നവന് ഓർക്കുന്നു. ആ രീതിയിൽ ഏലിയാവിനോട് വലിയൊരു സന്ദേശം പറയാൻ കർത്താവിനുണ്ടായിരുന്നു. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് ഏലിയാവിൻ എന്ത് ചെയ്തു? തട്ടി എഴുന്നേപ്പിച്ച് പറഞ്ഞു, എഴുന്നേറ്റ് തിന്നടാന്ന്. പത്രോസിനെ വലിയൊരു പാഠം പഠിപ്പിക്കാൻ കർത്താവിന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തേച്ചാ സംസാരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോൾ ദൈവത്തിന് ഈ യഹൂദ്യ ജനത്തോട് സംസാരിക്കാനുണ്ട്. പക്ഷെ സംസാരിക്കാൻ അവൻ കൊടുക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ പകർന്നു കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ സ്റ്റേജിൽ ഈ വലിയ കാർഷിക പ്രതിസന്ധിയിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ആദ്യം ആവശ്യമായിരിക്കുന്നത് അല്പം എന്താണ്? വീഞ്ഞും ധാന്യവും എണ്ണയും ഒക്കെയാണെന്ന് അറിയാവുന്നത് കൊണ്ട് കർത്താവ് പറയുകയാണ്, കർത്താവ് പറയാണ്, യഹോവ അരുളി ചെയ്തത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾക്ക് അതിനാൽ തൃപ്തി വരും. ഞാൻ ഇനി നിങ്ങളുടെ ജാതികളുടെ ഇടയിൽ നിന്ദയാക്കുകയില്ല. അതാണ് ഏറ്റവും പ്രധാനം. ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ ഞാൻ നിന്ദയാക്കുകയില്ല. ദൈവത്തിൻ്റെ ജനം ഇന്ന് നിന്ദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ജനം ഇന്ന് വളരെയേറെ നിന്ദിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നെഹമയ മതിൽ പണിയുമ്പോഴും എന്താ പറയുന്നത്? ഇനി നാം നിന്ദാപാത്രമായിത്തീരാതിരിക്കേണ്ടതിന് നാം എഴുന്നേറ്റ് പണിയുക. ഇന്നത്തെ സഭയുടെ ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്ക് ധനമില്ലാത്തതല്ല, പണമില്ലാത്തതല്ല, ഒന്നുമല്ല. വാസ്തവം പറഞ്ഞാൽ ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ നിന്ദാപാത്രമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അതുണ്ടാകരുത്. എന്നിട്ട് 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ നിങ്ങളുടെ ശത്രുവിനെ നീക്കിക്കളയുമെന്നാണ്. അതായത് ഇപ്പോൾ അവർ ഉടമ്പടി പുതുക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ശത്രു ഇവരെ ആക്രമിക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ശത്രു ഇവരുടെ മധ്യത്തിലേക്ക് കയറി വരാനുള്ള കാരണം? നമ്മൾ നേരത്തെ ഓർത്ത ഒരു കാര്യമുണ്ടല്ലോ. എന്താണ്? അവർ ന്യായപ്രമാണത്തിൻ്റെ, ഞാൻ പറഞ്ഞ കാര്യം ഓർക്കണം. എന്തുകൊണ്ടാണ് ശത്രുവിന് സ്പർശിക്കാൻ പറ്റുന്നത്? ശത്രുവിന് നമ്മൾ സ്പർശിക്കാൻ പറ്റുന്നതിന് കാരണം ഒന്നേ ഉള്ളൂ. ദൈവം നമുക്ക് നൽകിയ ഉടമ്പടിയുടെ ന്യായപ്രമാണത്തിൻ്റെ വേലിക്കല്ലുകളിൽ വിശുദ്ധിയുടെ അനുസരണത്തിൻ്റെ കമ്പിവേലി കെട്ടി ശത്രുവിനെ പുറത്തു നിർത്തേണ്ടതായിരുന്നു. പക്ഷേ ഉടമ്പടിയുടെ വേലിക്കല്ലുകൾ നമ്മൾ പിഴുതു കളയുകയും വിശുദ്ധിയുടെ കമ്പിവേലി പൊട്ടിച്ചു കളയുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ശത്രു അകത്ത് കിടക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും കടക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ എന്ത് കാണുന്നു? വീണ്ടും അവർ ജനങ്ങൾ ഉടമ്പടിയിലേക്ക് കടന്നു വന്നപ്പോൾ, ആ ഉടമ്പടി പുതുക്കിയപ്പോൾ, ന്യായപ്രമാണത്തിൻ്റെ വേലിക്കല്ലുകളെ പുനഃസ്ഥാപിച്ചപ്പോൾ, അതല്ലെങ്കിൽ എന്താണ് വിശുദ്ധിയുടെ ഒരു വേലി കെട്ടാനായിട്ട് അവർ തയ്യാറായപ്പോൾ, അനുദപിക്കാൻ അവർ തയ്യാറായപ്പോൾ, മാനസാന്തരപ്പെടുവാൻ തയ്യാറായപ്പോൾ, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ അവർ തയ്യാറായപ്പോൾ, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി അവർ തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ, ഇനി ശത്രുവിനെ നമ്മുടെ മുകളിൽ കയറി മെതിക്കാനായിട്ട് ദൈവം അനുവദിക്കുകയില്ല. നമ്മൾ നിന്ദാപാത്രമാകുവാൻ ദൈവം അനുവദിക്കുകയില്ല. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളുടെ മധ്യത്തിൽ പെന്തക്കോസ്തുകാരൻ അല്ലെങ്കിൽ വിശ്വാസികളായ ആളുകൾ എന്തുകൊണ്ടാണ് ഇന്ന് അവമതിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ആളുകൾ നമ്മളെ കളിയാക്കുന്നത്? എന്തുകൊണ്ടാണ് ആളുകൾ നമ്മളെ നിന്ദിക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെ വിശുദ്ധിയുടെ അഭാവമാണ്, വേറെ ഒന്നുമല്ല. പണ്ട് കാലത്ത് പെന്തക്കോസ്തുകാരനെ കുറിച്ച് ജനങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. എന്തുകൊണ്ട് പേടിയുണ്ടായിരുന്നു? മറ്റൊന്നും കൊണ്ടല്ല. അവർ അന്യഭാഷ പറയുന്നത് കേട്ട് പേടിച്ചൊന്നുമല്ല. അവരുടെ വിശുദ്ധ ജീവിതം കൊണ്ടാണ് അവർ പേടിച്ചത്. ശരിയല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ നിന്ദാപാത്രമാകാനുള്ള കാരണവും അതാണ്. ഇന്ന് അന്യഭാഷ നിന്നുപോയത് കൊണ്ടല്ലല്ലോ നമ്മൾ ആരും നിന്ദാപാത്രമായിരിക്കുന്നത്. നമ്മുടെ സഭയിലൊക്കെ ആവശ്യത്തിനോ അതിൽ കൂടുതലോ ഉണ്ടല്ലോ അന്യഭാഷ. പക്ഷേ ഇന്ന് ജനങ്ങളുടെ മധ്യത്തിൽ നമ്മൾ നിന്ദാപാത്രമാകുവാനുള്ള കാരണം ഒന്നേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ സഭയിൽ നിന്ന് വിശുദ്ധി ചോർന്നു പോയിരിക്കുന്നു. നമ്മൾ വേലിക്കല്ലുകൾ പൊളിച്ചു കളഞ്ഞു. അങ്ങനെ നമ്മൾ പൊളിച്ചു കളഞ്ഞ വേലിയിലൂടെയാണ് ശത്രു കയറിയത്. അങ്ങനെയാണ് നമ്മൾ നിന്ദാപാത്രമായി തീർന്നത്. ഇനി നമ്മുടെ നിന്ദയെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ, വീണ്ടും നമ്മൾ പൊളിച്ചു കളഞ്ഞ വേലിക്കല്ലുകളെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. വിശുദ്ധിയുടെ ജീവിതത്തിലേക്കും വിശുദ്ധിയുടെ അനുഭവത്തിലേക്കും മടങ്ങി വരിക എന്നുള്ളതാണ്. ഹോളിനെസ് ആണ് നമ്മുടെ മഹത്വം. ജനങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ മഹത്വം എത്തിക്കുന്നത് നമ്മുടെ വിശുദ്ധിയാണ്, അല്ലാതെ രാഷ്ട്രീയ പിടിപാടൊന്നുമല്ല. നമ്മൾ മാന്യന്മാരാണെന്ന് ജനങ്ങൾ അറിയുന്നത് ഹോളിനെസ് കൊണ്ടാണ്. നമ്മൾ ചിലപ്പോൾ പറയും രാഷ്ട്രീയക്കാരൊക്കെ ഒത്തിരി മാറിപ്പോയി,
അവരൊക്കെ ഇപ്പം നമ്മളോട് വളരെ നല്ല സ്നേഹത്തിലാണ്. അല്ല സുഹൃത്തുക്കളെ, നമ്മൾ മാറിപ്പോയി. രാഷ്ട്രീയക്കാർക്ക് വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. വ്യത്യാസം ഉണ്ടായത് ആർക്കാണ്? നമുക്ക്. വേദപുസ്തകം യേശു കർത്താവ് കൃത്യമായിട്ട് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ നിങ്ങളെ ഞാൻ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. ലോകം നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ലോകത്തിൻ്റെ സ്വന്തമായാലേ പറ്റൂ. അതുകൊണ്ട് ഇന്ന് ലോകം നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ലോകക്കാരായി പോയെന്നാ, അല്ലാതെ അതിൻ്റെ കുറഞ്ഞ കാര്യമൊന്നുമല്ല. എന്തുകൊണ്ട് ലോകം നമ്മളെ ബഹുമാനിക്കുന്നു? എന്തുകൊണ്ട് ലോകം നമ്മളെ പകയ്ക്കാതിരിക്കുന്നു? എന്തുകൊണ്ട്? ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ ആർട്ടിക്കിളിനകത്ത് എഴുതിയപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ട് ഒരു സിനിമാക്കാരൻ്റെ അത് കളഞ്ഞേച്ച് വിശ്വാസി ആയിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയുമായിരുന്നു, അവൻ സിനിമയിലൊക്കെ കളഞ്ഞ് അങ്ങനെ സിനിമയിൽ അഭിനയിച്ച് സിനിമയിൽ പാട്ട് പാടി സിനിമയിൽ നടന്നിട്ട് ഇപ്പം നമ്മുടെ കൂടെയാണെന്ന്. ഇപ്പം പാസ്റ്റർമാർ സിനിമാ പാട്ട് രചിക്കാനും എഴുതാനും പോകുകയാണ്, തിരിച്ചു പോകുകയാണ്. എന്നിട്ട് നമ്മൾ പറയാണ് പെന്തിക്കോസുകാരൻ സിനിമയിലും പാട്ട് പാടാൻ തുടങ്ങിയെന്ന്. നാണമില്ലയോ ഇതൊക്കെ പറയാൻ? പണ്ട് സിനിമാക്കാരൻ അത് കളഞ്ഞേച്ച് വിശ്വാസത്തിൽ വന്നു. ഇന്ന് വിശ്വാസി മാത്രമല്ല പാസ്റ്റർമാർ വരെ എന്ത് ചെയ്യുന്നു? ഇത് കളഞ്ഞേച്ച് സിനിമയിൽ പാട്ട് എഴുതാൻ പോകുന്നു. എന്നിട്ട് നമ്മൾ പറയാണ് വിശ്വാസി സിനിമയിൽ പാട്ടെഴുതി, വിശ്വാസി രാഷ്ട്രീയ നേതാവായി, വിശ്വാസി MLA ആയി. ആർക്കാ അഭിമാനം? ആർക്കാണ് അഭിമാനം? നമ്മുടെ ചുണക്കുട്ടികളെ അവർ പിടിച്ചോണ്ട് പോയിട്ട് ആർക്കാണ് അഭിമാനം? നമുക്കാണോ അഭിമാനം? അവർക്കാണ് അഭിമാനം? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണത്. ബാബിലോണിലേക്ക് അടിമകളായി ദാനിയേലിനെ ഉൾപ്പെടെയുള്ള എബ്രായ ചുണക്കുട്ടികളെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ യെരൂശലേമിൽ ഇരുന്ന് പറയാണ് ഞങ്ങളുടെ പിള്ളേരായി ഇപ്പം ബാബിലോണില്ല. നേരത്തെ കൽദയ മന്ത്രവാദികളൊക്കെ ആയിരുന്നു, ഇപ്പം അതുപോലൊന്നും അല്ല കേട്ടോ. ഞങ്ങളുടെ ദാനിയേലും മിശായേലും അസറിയാവും ഒക്കെ ഇപ്പോൾ അവിടെ ആരാണെന്നാണ് നിങ്ങളുടെ ചിന്ത? ദാനിയേലും മിശായേലും അസറിയാവും ഒക്കെ ബാബിലോണിൽ വലിയ ആളുകളായതിൽ അഭിമാനിക്കുന്നത് പോലെയാണ് ഇന്ന് നമ്മുടെ ചുണക്കുട്ടികളായ കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ മോഹങ്ങളിൽ അവിടെ വലിയ ആളായതിൻ്റെ പേരിൽ നമ്മൾ അഭിമാനിക്കുന്നത്. എനിക്കത്രേ തോന്നിയുള്ളൂ, അതിക്കൊള്ളൊന്നും എനിക്ക് തോന്നിയില്ല. രാഷ്ട്രീയക്കാരൻ പോകുന്നെങ്കിൽ പൊക്കോട്ടെ, പാട്ട് പാടാൻ പോകുന്നവൻ പൊക്കോട്ടെ, അവന് ഓരോ പ്രൊഫഷനുണ്ട്, ഓരോരുത്തരുടെ പ്രൊഫഷനുണ്ട്, ആ പ്രൊഫഷനിൽ പൊക്കോട്ടെ. പക്ഷേ അത് ഒരു മഹത്വമായിട്ട് പാടി വാഴ്ത്തുന്നതൊന്നും എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. എന്തോന്ന് മഹത്വം? പൊളിറ്റിക്കൽ ഫീൽഡിലോ മറ്റുള്ള കാര്യങ്ങളിലോ പോകാൻ ഒരു കഴിവില്ലാഞ്ഞതുകൊണ്ടാണോ നമ്മുടെ പിതാക്കന്മാരൊക്കെ അത് കളഞ്ഞേച്ചിങ്ങോട്ട് വന്നത്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അവർ കഴിവ് കെട്ടവരായതുകൊണ്ടാണെന്ന്? അവരത് ഉപേക്ഷിച്ചവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ അവർ കഴിവേട്ടവരായിട്ടൊന്നുമല്ല. വലിയ കത്തീഡ്രലുകളും പള്ളികളും ഒക്കെ കളഞ്ഞേച്ച് അവർ വന്നത് അവർക്ക് വേറെ ഒന്നും കിട്ടാൻ അവർ വേണ്ടാന്ന് വെച്ചതാ. അവിടെയാണ് വേർപാടിൻ്റെ സന്ദേശം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വേലിക്കല്ലുകൾ പൊളിച്ചു കളഞ്ഞിട്ട് അതിനെക്കുറിച്ച് അഭിമാനം പറയരുത്. ഇനിയിപ്പോൾ എന്താ സംഭവിക്കേണ്ടത്? നമ്മൾ പൊളിച്ചു കളഞ്ഞതായ വേലിക്കല്ലുകൾ പുനഃസ്ഥാപിച്ച് വിശുദ്ധിയുടെ വേലിക്കെട്ട് കെട്ടി ശത്രുവിനെ അകത്ത് കടത്താത്ത വണ്ണം ഒരു മാനസാന്തരത്തിൻ്റെ, ഒരു ശുദ്ധീകരണത്തിൻ്റെ, ഒരു മലിനതകൾ പെറുക്കിക്കളഞ്ഞ് വിശുദ്ധിയിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുന്ന ഒരു സഭയാണ് നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത്. ആ സഭയിൽ അതൊരിക്കലും നിന്ദാപാത്രമാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ സകല നിന്ദയ്ക്കും കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ലോകത്തോട് കൂട്ടുപിടിച്ചത്, അല്ലാതെ ലോകത്തെ മാറ്റി നിർത്തിയതല്ല. ലോകത്തോട് കൂട്ടുപിടിച്ച് പോകാൻ അല്ല ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇവിടെ ദൈവികതയിലേക്ക് മടങ്ങി വരാനും ജീവിതത്തെ ക്രമീകരിക്കാനുമായിട്ട് തയ്യാറായപ്പോൾ താഴോട്ടുള്ള വാക്യങ്ങൾ 2-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. നോക്കുക, ദേശമേ ഭയപ്പെടേണ്ട. വിശുദ്ധിയിലേക്ക് അവൻ മടങ്ങി വരാൻ തയ്യാറായപ്പോൾ, മാനസാന്തരപ്പെടുവാൻ തയ്യാറായപ്പോൾ, ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാളിച്ചകളെ മാറ്റിയിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറായപ്പോൾ ദൈവം പ്രവർത്തിക്കുകയാണ്. ദൈവം പറയാണ് നീ ഇനി ഭയപ്പെടണ്ട. ദൈവികത എന്ന് പറയുന്നത് നമ്മുടെ സകല ഭയത്തെയും എടുത്തു കളയുന്നതാണ്. വാസ്തവത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ ഭയരഹിതനായിരിക്കും എന്നുള്ളതാണ്. അവൻ ഭയരഹിതനായിരിക്കും. ഭയം എന്ന് പറയുന്നത് അത്ര ചില്ലറ കാര്യമൊന്നും ആണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ചിലർ പറയുന്നത് അതൊരു കോമൺ ആയിട്ട് അപ്പം നമ്മൾ ചെയ്യുന്നതല്ലല്ലോ. പക്ഷേ ഭയം അല്ലെങ്കിൽ ഭീരുത്വം എന്ന് പറയുന്നത് ഒരു വലിയ പാതകമായിട്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നരകത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ നിത്യാഗ്നിയിലേക്ക് പോകുന്ന ആളുകളുടെ ലിസ്റ്റ് പറയുമ്പോൾ ആദ്യം പറയുന്നത് എന്താണെന്നറിയാമോ? ഭീരുക്കൾ. അതുകൊണ്ട് ഭീരുത്വം എന്ന് പറയുന്നത് അത്ര ചില്ലറ കാര്യമൊന്നുമല്ല. ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നമ്മൾ മടങ്ങി വരുന്നുവെങ്കിൽ നമ്മിൽ നിന്ന് ദൈവം നമ്മുടെ ഭയത്തെ എടുത്തു കളയുകയാണ്. ഹല്ലേലൂയ. ഒരു വലിയ ഒരു കംപ്ലീറ്റ് ഫ്രീഡം. അത് ദൈവത്തോടും ലോകത്തോടും മനുഷ്യരോടും എല്ലാവരോടുമുള്ള ഒരു ഫ്രീഡം. എന്തുകൊണ്ട്? തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഇപ്പോൾ നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ട്, നമ്മൾ റെവറൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ഈ രീതിയിൽ ഭയപ്പെടുകയല്ല, പേടിച്ചല്ല നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നത്. അതുകൊണ്ടാണ് തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ഭീരുത്വത്തിൻ്റെ
ആത്മാവിനെ അല്ല, പ്രത്യുത നമ്മുടെ ഉള്ളിലേക്ക് പകർന്നിരിക്കുന്നത് പുത്രത്വത്തിൻ്റെ ആത്മാവാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇന്നും ഭീരുക്കളായി ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ പേടിക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ട്? ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അഭാവമാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ നമ്മളെ പേടിപ്പിക്കുന്നത്. ഓഫ് കോഴ്സ് ഭയത്തെ നമ്മൾ വേറെ രീതിയിൽ മനസ്സിലാക്കണം. അതായത് നമ്മൾ ദൈവഭയമുള്ളവരായിരിക്കണം എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. എന്താ, ഏത് മക്കൾക്കും പിതാവിനോട് ഭയമുണ്ട്, പക്ഷേ ഭീതിയൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിനോട് ബഹുമാനമുണ്ട്. എന്താണ് പിതാവിൻ്റെ അവിടുത്തെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് പിതാവ് നമ്മളെ ശിക്ഷിക്കുമോ എന്നുള്ളതല്ല. ഞാൻ ഒത്തിരി സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള ഉദാഹരണമുണ്ട്. ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കാൻ പോയ ചെറുക്കൻ അവൻ്റെ 19ാമത്തെ ബർത്ത്ഡേയുടെ സമയമായപ്പോൾ ബാംഗ്ലൂർ പഠിക്കുകയാണ്. അവൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് കൂട്ടുകാരെല്ലാം കൂടെ അവൻ്റെ അടുത്ത് ചോദിച്ചു, എടാ നിൻ്റെ ബർത്ത്ഡേ അല്ലേ? ഞാൻ പറഞ്ഞു അതെ. നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? വേണം, കുഴപ്പമില്ല. നിൻ്റെ പൈസ ഉണ്ടോ? ഉണ്ട്, പപ്പ കുറച്ച് പൈസ അയച്ചു തന്നായിരുന്നു. ഓക്കെ, അപ്പോൾ എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ബാറിൽ പോകാം. ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ പോകാം, റെസ്റ്റോറൻറ്റിൽ പോകാൻ കഴിക്കാം. അതിനാടാ ബാറിൽ പോയി കഴിഞ്ഞാൽ എന്തോ പറ്റും? അത് പറ്റത്തില്ല, നിനക്ക് അതിനെക്കൊണ്ട് ആവശ്യമില്ലല്ലോ, നമുക്ക് ഭക്ഷണം കഴിക്കാം, അതിന് പൈസ എൻ്റെ കയ്യിലുണ്ട്. നീ എന്താ യു ഫിയർ ദാറ്റ് യുവർ ഫാദർ വിൽ ഹർട്ട് യു? എടാ പേടിത്തൊണ്ടാ? നീ ചിന്തിക്കുന്നുണ്ടോ അവിടെ കാണാൻ പോയി കഴിഞ്ഞാൽ നിൻ്റെ അപ്പൻ നിന്നെ ഹർട്ട് ചെയ്യുമെന്ന്, അല്ലെങ്കിൽ അപ്പൻ കാണുമെന്നോ, അല്ലെങ്കിൽ അപ്പൻ നിന്നെ ഉപദ്രവിക്കുമെന്ന് നിനക്ക് പേടിയുണ്ടോ? അവിടെ പറഞ്ഞില്ല. പിന്നെന്താ? ഐ ഫിയർ ഐ വിൽ ഹർട്ട് മൈ ഫാദർ. ഞാൻ പേടിക്കുന്നത് എൻ്റെ അപ്പൻ എന്നെ ഉപദ്രവിക്കുമെന്നല്ല, പ്രത്യുത ഞാൻ പേടിക്കുന്നത് ഈ പ്രവൃത്തിയിലൂടെ ഞാൻ എൻ്റെ അപ്പനെ വേദനിപ്പിക്കുമോ എന്നാണ്. അത് ഭയമാണെങ്കിൽ നമുക്ക് ഭയമുണ്ട്, വേറെ ഭയമൊന്നുമില്ല. നമ്മുടെ ഓരോ പ്രവൃത്തികളും അപ്പനെ വേദനിപ്പിക്കുമോ എന്നുള്ള പേടി നമുക്കുണ്ടായിരിക്കും, അല്ലാതെ അപ്പൻ നമ്മളെ ഉപദ്രവിക്കുമോ എന്നുള്ള പേടിയല്ല. പ്രത്യുത നമ്മുടെ ഏത് പ്രവൃത്തിയും ദൈവത്തിൻ്റെ പൂർണ്ണഹിതത്തിനനുസരിച്ചാണോ എന്നുള്ള ഭീതി നമുക്കുണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾ മടങ്ങി വരികയാണ്. എങ്ങോട്ടാണ് മടങ്ങി വരുന്നത്? അവൻ്റെ പൂർണ്ണതയുള്ള ദൈവഹിതത്തിലേക്ക്. ആ ദൈവഹിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ പിന്നീട് എല്ലാം വ്യത്യാസപ്പെടും നമ്മൾ കാണുന്നത്. 21ഉം 22ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ വേഴ്സ് 22 വായിക്കുമ്പോഴത്തേക്ക്, വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവയ്ക്കുന്നു, വൃക്ഷം ഫലം കായ്ക്കുന്നു, അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവപുഷ്ടി നൽകുന്നു. നോക്കുക, നേരത്തെ നമ്മൾ വായിച്ചു, എന്താ നേരെ തിരിച്ചു വായിച്ചു, പ്രകൃതി പോലും തകർന്നു പോകുന്നതാണ്. മനുഷ്യൻ്റെ ഈ പ്രവൃത്തിയിൽ പ്രകൃതിയിൽ തന്നെ എല്ലാം നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ, വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു, ധാന്യം കരിഞ്ഞു പോയിരിക്കയാൽ പാണ്ഡികശാലകൾ ശൂന്യമായി, കളപ്പുരകൾ ഇടിഞ്ഞു കിടക്കുന്നു, മൃഗങ്ങൾ എത്ര ഞരങ്ങുന്നു, കന്നുകാലികൾ മേച്ചിലായിക്കൊണ്ട് ബുദ്ധിമുട്ടുന്നു, ആടുകൾ ദണ്ഡം അനുഭവിക്കുന്നു. നോക്കുക, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്കും, പറമ്പിലെ വൃക്ഷങ്ങളെല്ലാം ജ്വാലയ്ക്കും ഇരയായിത്തീരുന്നുവല്ലോ. എന്നാൽ ദൈവത്തോട് മറുതലിച്ച് പോയപ്പോൾ പ്രകൃതി പോലും അതിനകത്ത് നഷ്ടം അനുഭവിക്കുന്നെങ്കിൽ, ഇപ്പോൾ ദൈവത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രകൃതിക്ക് പോലും വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടാകുകയാണ്. മൃഗങ്ങളെ ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചയാകുന്നു, വൃക്ഷം ഫലം കായ്ക്കുന്നു, അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവപുഷ്ടി നൽകുന്നു. ചേഞ്ചസ് എല്ലാ രീതിയിലേക്കും മുന്നോട്ട് വരുന്നതാണ്. നമ്മൾ നന്നായ എല്ലാ കാര്യങ്ങളും നന്നാകും.